വിവിക്തസേവീ ലഘ്വാശി യതവാക്കായമാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാംസ് ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച. മനസ്സിലുള്ള രാഗദ്വേഷങ്ങളെ വിട്ടുകളയണം. അതിന് വീട്ടിലിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ജനസാന്ദ്രതയില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കുക. ചുരുക്കമായിട്ട് ആഹാരം കഴിക്കുക. മനസ്സിനെയും ശരീരത്തെയും സംസാരത്തെയും നിയന്ത്രിക്കുക. എന്നിട്ടോ ധ്യാനയോഗപരോ നിത്യം. ഒരാഴ്ചയോ 10 ദിവസമോ 40 ദിവസമോ ഏതെങ്കിലും ആശ്രമത്തിലോ അല്ല പറ്റിയ ക്ഷേത്രങ്ങളിലോ ചെന്ന് താമസിച്ച് ആ ഒരു തപസ് നിങ്ങൾ അനുഷ്ഠിച്ചേ പറ്റൂ. ധ്യാനയോഗപരോ നിത്യം. നിങ്ങളുടെ താല്പര്യം എന്തിലായിരിക്കണം? ധ്യാനയോഗ ധ്യാനയോഗ ധ്യാനയോഗപരോ നിത്യം. നിരന്തരം. നിത്യം എന്ന് പറഞ്ഞാൽ നിരന്തരം. ആ നിരന്തരം ഇടവിടാതെ ധ്യാനയോഗപരോ ധ്യാനയോഗപരോ. ചുണ്ടടച്ചോളൂ, കണ്ണു അടച്ചോളൂ. സ്വാമിജി, എൻ്റെ ചിന്തകളിങ്ങനെ ആലപായ. എവിടെയാണ് ഈ ആലപായുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ മനസ്സ്. അപ്പോൾ ചിന്ത എത്ര നേരം ഓടും, എവിടേക്ക് ഓടും? അതിൻ്റെ ഉള്ളിലാണ് കിടന്ന് കിഴുതാളം മറിയുന്നത്. അതിനെ നോക്കൂ, നോക്കൂ. ഒരു 2 മിനിറ്റ് നോക്കൂ, 3 മിനിറ്റ് നോക്കൂ, 5 മിനിറ്റ് നോക്കൂ. നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ദ്രഷ്ടാവാണ്. ചിന്തകളോ ദൃശ്യമാണ്. ദൃശ്യമോ നിങ്ങൾ, അതോ ദ്രഷ്ടാവോ? എൻ്റെ ചോദ്യത്തിന് ഇപ്പം മറുപടി പറയണം. ചിന്തകളിങ്ങനെ വന്നു പോകുമ്പോൾ നിങ്ങൾ ചിന്തകളോ അതോ ചിന്തകളെ നോക്കി അറിയുന്നവനോ? നിങ്ങളുടെ സ്ഥാനം എന്താ? ദ്രഷ്ടാവിൻ്റെ സ്ഥാനമോ അതോ ദൃശ്യസ്ഥാനമോ? ചിന്തകൾ മുഴുവൻ ദൃശ്യമാണ്. നിങ്ങൾ ദ്രഷ്ടാവാണ്. എന്ത് ചിന്ത വന്നാലും അതിൻ്റെ ദ്രഷ്ടാവാണ് നിങ്ങൾ. എന്ത്? ദ്രഷ്ടാവ്. ദ്രഷ്ടാവ്. ചിന്ത നമ്പർ 1 വന്നു, ദ്രഷ്ടാ. 2 വന്നു, ദ്രഷ്ടാ. ചിന്ത നമ്പർ 100 വന്നു, ദ്രഷ്ടാ. ചിന്ത നമ്പർ 1000 അപ്പോഴും ദ്രഷ്ടാവാ. അപ്പോൾ ചിന്തകളാണെങ്കിൽ ഒരൊറ്റെണ്ണം അവിടെ നിൽക്കണില്ല. ദ്രഷ്ടാവായിരിക്കുന്ന നിങ്ങളോ അവിടെ സുസ്ഥിരമായി നിൽക്കുന്നു. നിങ്ങൾ ദ്രഷ്ടാവാണെങ്കിൽ ചിന്തകൾ വന്ന് പോയത് കൊണ്ട് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ചിന്തകളെ പെറുക്കിയെടുത്ത് കൊട്ടയിലിട്ട് വയ്ക്കുന്നുണ്ടോ? അത് വരണു, അത് പോണു, അത് പൊക്കോട്ടെ. നിങ്ങളുടെ സ്ഥാനം ദ്രഷ്ടാവിൻ്റെ സ്ഥാനമാണ്. ആ ദൃഷ്ടസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ചിന്ത വരുത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മറുപടി പറയണം. അപ്പോൾ ചിന്തകൾ വരുന്നതോ ഇവിടെ കംപ്ലൈൻറ്റ്, അതോ ചിന്തകൾക്ക് ദ്രഷ്ടാവായിരിക്കുന്ന നിങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തതോ ഇവിടുത്തെ കുറ്റം? അനവധി ചിന്തകൾ വരട്ടെ. എല്ലാ ചിന്തകളും നിങ്ങളെ ചിന്തകനാക്കിയും ദ്രഷ്ടാവാക്കിയും അഭിഷേകം ചെയ്യുന്നു. ആ ദൃഷ്ടസ്ഥാനത്തിന് ഒരു മാറ്റവുമില്ല. ഇത് മനസ്സിലാക്കുന്നതാണ് ധ്യാനത്തിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് മനസ്സിൽ ചിന്തയൊക്കെ പോയി മണ്ണാങ്കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കണതല്ല. അല്ല. രക്തം സഞ്ചരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും സഞ്ചരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഭൂതത്തെ വർത്തമാനത്തോടു കൂടി ഇണക്കി ഭൂതവർത്തമാനങ്ങളെ ഭാവിയെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിപ്പിച്ച് അങ്ങനെ ദിനചര്യ വേണ്ടതുപോലെ നടത്തിക്കുന്നതാണ് മനസ്സിൻ്റെ ഉദ്ദേശം. അതിൽ ഭൂതചിന്ത ഇല്ലാതെ പറ്റില്ല. വർത്തമാനകാല കൺസേൺ അതില്ലാതെയും പറ്റില്ല. ഭാവിയെക്കുറിച്ചുള്ള ആലോചനയും വേണം. അപ്പം മനസ്സിലൊരു തെറ്റുമില്ല. നിങ്ങൾ ആ മനസ്സിൻ്റെ ദ്രഷ്ടാവാണെന്ന് മനസ്സിലാക്കാത്തതാണ് തെറ്റ്. അപ്പം ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്താ? ധ്യാന യോഗ പരോ നിത്യം. ഇവിടെ ധ്യാനം തന്നെയാണ് യോഗം, വേറെ ഒന്നുമല്ല. ഇങ്ങനെ നോക്കി ആ ദൃഷ്ടസ്ഥാനത്തിൻ്റെ മഹിമ മനസ്സിലാക്കി ദ്രഷ്ടാവും ദൃശ്യവും തമ്മിൽ യോജിക്കുന്ന ഒരു കാലമുണ്ട്. അതാണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം. അതിന് നിങ്ങളെ സഹായിക്കുന്നത് എന്താ? വൈരാഗ്യം സമുപാശ്രിത. വിരാഗത, വൈരാഗ്യം. ആരോട് വൈരാഗ്യം? നിങ്ങൾ വിചാരിക്കും ലോകവസ്തുക്കളോടാണെന്ന്. ഈ സ്വാമിജി പറയും അല്ല. നിങ്ങൾക്ക് വൈരാഗ്യം വരേണ്ടത് നിങ്ങളെ അലട്ടുന്ന ചിന്തകളോടാണ്. നമ്മളെ അലട്ടുന്ന ചിന്തകൾ വരുമ്പോൾ അത് വന്നു, അലട്ടി, നീ ശരിയാ, എന്നെ അലട്ടാൻ ശക്തി നിനക്കുണ്ട് എന്ന് പറയരുത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകളാണെങ്കിൽ വിട്ടങ്ങോട്ട് കളയൂ. വന്നു എന്ന് തന്നെ വിചാരിക്കേണ്ട.
നിങ്ങൾക്ക് ദൃഷ്ടസ്ഥാനമാണ്, ദൃശ്യസ്ഥാനമല്ല. അതുകൊണ്ട് ആ അനാവശ്യമായ ചിന്തകളോട് വൈരാഗ്യം, ഉപേക്ഷ തോന്നട്ടെ. വരാത്ത കള്ളനെ വരുത്തി അയാൾ കട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ അപഹരിച്ച ബോധത്തോടു കൂടി നടക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമില്ലാത്ത ചിന്തകൾ വന്നാൽ ഇഷ്ടമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. അത് വന്നോട്ടെ, പോയിക്കോട്ടെ. വന്നു 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 എന്നെന്തിനാ പറയുന്നത്? ഇത് ബുദ്ധി കൊണ്ട് നേടണ്ട, നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ.